നമ്മുടെ ബുദ്ധി കുറഞ്ഞു കുറഞ്ഞു വരുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? സത്യമാണ്. നമ്മുടെ ജനറേഷൻ തലമുറ മാറുമ്പോൾ നമ്മുടെ ഐക്യു ബുദ്ധി കൂടി വരുവാണ് സാധാരണ സംഭവിക്കുന്നത്. അത് കൂടുതൽ നമ്മുടെ ലേണിങ്ങിലും പ്രോബ്ലം സോൾവിങ് സ്കിൽസിലും നമ്മുടെ തിങ്കിങ് പാറ്റേണിലും എല്ലാം അത് കാണാറുണ്ട്. ഇതിന് ഫ്ലിങ് എഫക്റ്റ് എന്ന് പറയും. നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിരുന്നു. കാരണം എങ്ങനെയാണ് ചിമ്പൻസീസ് ഒരു ഹ്യൂമൻ ആയിട്ട് മാറി അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിച്ചത്, അതേപോലെ തന്നെ ഇതിൽ ഒരു വലിയ ചേഞ്ച് ആണ് ഇപ്പൊ റീസെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന് റിവേഴ്സ് ഫ്ലിങ് എഫക്റ്റ് എന്ന് പറയും. ഒരു വാർണിംഗ് സൈൻ കൂടെയാണ്. ലാസ്റ്റ് 5 years ആയിട്ട് എസ്പെഷ്യലി COVID-19 ശേഷം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററിയിൽ തന്നെ IQ സ്കോർസ് പുറകിലോട്ട് പോവാണ്, താഴോട്ട് പോവാണ്. 1.25 പോയിന്റ്സോളമാണ് കുറഞ്ഞത്. ഇന്നത്തെ കുട്ടികള് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ദേഷ്യവും അപ്സെറ്റും പെട്ടെന്നാകുന്നു. അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇമോഷൻ റെഗുലേഷൻസും ഇമോഷൻസിനെ മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നില്ല. അതേപോലെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും സ്ലോവർ ആവുന്നു. ഇതിന്റെ മെയിൻ റീസൺ ടു മച്ച് സ്ക്രീൻ ടൈം ആണ്. അതും ചെറിയ പ്രായത്തിൽ തന്നെ. ഇതിന് ഹൈ ടൈം ആയിട്ടുണ്ട് നമ്മുടെ സ്ക്രീൻ കൺട്രോൾ ചെയ്യേണ്ടതും. കുട്ടികളെ കൂടുതൽ യഥാർത്ഥ ഗെയിമുകളിലേക്കും അതേപോലെ പേരൻസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഔട്ട്ഡോർ ടൈമും റീഡിങ്ങും ഇമാജിനേഷനും കൂട്ടിക്കൊണ്ട് വരിക. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ സ്മാർട്ടറായിട്ടും കൈൻഡറായിട്ടും സ്ട്രോങ്ങർ ആകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കെയർഫുൾ ആയേ മതിയാകൂ.